നമുക്കപ്പോ കാവശ്ശേരി പൂരം കണ്ടിട്ട് വരാം. നമുക്ക് കണ്ടോ, ഇതാണ് മലമലമുക്ക്. ആലത്തൂർന്ന് വരുന്നവർക്ക് ഇതുവരെ വഴിയുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഫുള്ള് റോഡ് ബ്ലോക്കാണ്. ആദ്യമായി കാവശ്ശേരി പൂരത്ത് വരേണ്ടത് ചെക്കൻ, എന്താ അതിന്റെ അഭിപ്രായം? കാവശ്ശേരി പൂരത്തെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഭയങ്കര ചൂട്. കാവശ്ശേരി കത്തിക്കുവോ? കാവശ്ശേരി കത്തിക്കുകയോ ജയിക്കുക? പിന്നെ കത്തിക്കാണ്ട് ചൂടല്ലേ. അപ്പോൾ ഒരു നല്ല നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോവാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പോണ വഴിയൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്നൊരു 4-4.5 കിലോമീറ്റർ നടക്കണം. കണ്ടു ജനങ്ങൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി 1 മണിക്കൂറുണ്ട്. എന്നിട്ടും തിരക്കിപ്പോൾ തന്നെ ആയി. തോർത്ത് വേണ്ട വിചാരിച്ചു, പക്ഷെ തോർത്തില്ലാതെ ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കില്ല. ചുട്ട് ചാവും ആള്. അപ്പോൾ ഒരു തോർത്തൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോക്ക്. ഇനിയുണ്ട് 3-4 കിലോമീറ്റർ നടക്കാൻ. നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ബിരിയാണി, മുട്ട ബിരിയാണി. അച്ചുക മുട്ട ബിരിയാണി കിട്ടും. മുട്ട ബിരിയാണി നോക്ക്, നേരത്തേക്ക് നോക്കുതാ. ഓച്ച 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 മറ്റേ പാട്ട് പാടാ. തൂഫാൻ തൂഫാൻ. കാട്ടുള്ളി തൈലം നന്നായി വലിക്കണ്ട. എന്താണ് സാധനം? അല്ല അത് പോയി, അത് അതിന്റെ ഇത് കഴിഞ്ഞു. ഇതാണ് മറ്റേ സാധനം. എന്താണ്? പൂണ്ടിരാജ. പൂണ്ടിരാജ പൂണ്ടിരാജ ഐറ്റം. ഗ്രൂപ്പിൽ മോരും വെള്ളം പറഞ്ഞ അങ്ങനെ കുപ്പിയിൽ പിടിച്ചു. ഇതാണ് നമ്മുടെ ജീവവായു, ജീവാമൃതം എന്നൊക്കെ പറഞ്ഞ പോലെ സാധനം. അത്രയും ചൂടാണ് കേട്ടോ. അപ്പം എന്തായാലും അവിടെ പോയിട്ട് കാണാം. 24 മണിക്കൂറിൽ 7 വെടിക്കെട്ട്. നിരാന്ന് 7 വെടിക്കെട്ട് 24 മണിക്കൂറിൽ. അതാണ് കാവശ്ശേരി പൂരം. മദർലാൻഡ് മസാല സോഡ. സാധനം കാണിക്ക്. മദർലാൻഡ് മസാല സോഡ. പകുതിക്ക് പകുതി. കല്യാണം കഴിയാത്ത കല്യാണം കഴിയും. വേൾഡ് ഫേമസ് മദർലാൻഡ് മസാല സോഡ. ലാലിമുട്ടായി. ഇതിന്റെ പേരാണ് ലാലിമുട്ടായി. നല്ല തണുത്ത ഐസ് അല്ലേ? ആദ്യം വെടിക്കെട്ട് വാവുള്ളിയാപുരം തുടങ്ങി വെക്കും. അപ്പോ ഈ സൗണ്ട് വെക്കുന്നുണ്ട് കഥനയുടെ. ഈ സൗണ്ട് കഴിഞ്ഞാൽ നേരെ അടി വാവുള്ളിയാപുരം പൊട്ടും. ഈ പുക കണ്ട ന്യൂക്ലിയർ ബോംബിന്റെ പുക. അതാ അലക്കും തുടങ്ങിയതാ. വാവുള്ളിയാപുരം തുടങ്ങി ഗായ്സ്. ദിനേശരാ ഇതെന്താ കടുകുമണി പൊട്ടണ പോലെ പൊട്ടും. നിന്നെ വിശ്വസിച്ച് വന്നിട്ട് ഇപ്പൊ പൊട്ടുന്നൊക്കെ പറയുന്നുണ്ട്. വാവുള്ളിയാപുരം പൊട്ടി. വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങളിതാ വലിയ എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടാ. നമ്മുടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ തീറിൻ്റെ അത്രേ ഉള്ളൂ വാവുള്ളിയാപുരം. കാര്യമില്ല. പക്ഷെ അത് അടുത്തതാ വേണ്ട. ഇപ്പൊ ഇവിടെ കഴിഞ്ഞു പൊട്ടും. അതിന് വേണ്ടിയാണ് ജനങ്ങൾ മൊത്തം വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 വെടിക്കെട്ട് കഴിഞ്ഞു. ഏതൊക്കെയാണ് കഴിഞ്ഞ്
കഴിഞ്ഞ് വാവുള്ളിയാപുരം അത് കഴിഞ്ഞു. അതില് വാവുള്ളിയാപുരം വേസ്റ്റ് ആയിരുന്നു, ഉള്ളത് പറയാലോ, സത്യമായിട്ടും വേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ് പൊട്ടിച്ചു. പക്ഷെ നമുക്ക് ആ ഒരു കാവശ്ശേരിയുടെ ഒരു ഫീല് പ്രതീക്ഷ അത്രയില്ല. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ച് വരുമ്പോൾ നമുക്ക് അത്രയില്ല, കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഇതാ പൊട്ടമാണ് കാവശ്ശേരി. അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്ന്, ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന്, വീണ്ടും 1 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നിട്ടാണ് കാവശ്ശേരി എത്തിയിരിക്കുന്നത്. അപ്പോൾ കാവശ്ശേരി പൊട്ടിക്കാൻ പോകുന്നത് ഇവിടെ കാണുമ്പോൾ ഇവിടെ ഇവർക്ക് കുറെ കുഴലൊക്കെ ഉണ്ട്, വലിയ വലിയ കുഴലൊക്കെ ഉണ്ട്, 15ന്റെ 20ന്റെ ഒക്കെ. പൊട്ടുമ്പോ അറിയാം ഇനിയിപ്പോ എന്താ അവസ്ഥ എന്ന്. ഈ ചൂടിലൊന്നും നമ്മൾ തടരില്ല. ഒരു ചായ ഈ ചൂടത്ത് ഞങ്ങൾ പാലക്കാട്ട് ഒരു ചായ കുടിക്കും, അതാണ് നമ്മുടെ പവർ. അപ്പൊ എന്തായാലും പോയി ലാസ്റ്റ് വീടാണ് ഇത്. കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറി ഒന്നും കൂടി ഫ്രഷായി വീണ്ടും വരും രാത്രി വെടിക്കെട്ട് കാരണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോകുള്ളൂ, പുലർച്ചെ വെടിക്കെട്ടും കൂടി കണ്ടിട്ട്. ഇക്കൊല്ലം ഫുള്ള് കാവശ്ശേരിയുടെ 7 വെടിക്കെട്ടും കാണുന്ന ആഗ്രഹം. നോക്കാം എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ കാണാം ഗൈസ്, ബൈ. നന്ദു ഇനി അടുത്ത കൊല്ലം വരില്ലേ കാവശ്ശേരിക്ക്? ഞങ്ങളുടെ ജർമ്മൻ ഷെപ്പേർഡ് തളർന്നു. ആള് ജർമ്മനി വന്നുകൊണ്ട് അത്ര ഈ ചൂടൊന്നും ആൾക്ക് പറ്റിയില്ല. അപ്പോ ഉച്ചയിട്ട് കഴിഞ്ഞു. ഇനി തിരക്കിന്റെ ഇടയിൽ കൂടി നേരെ വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോയിട്ട് വൈകിട്ട് വീണ്ടും വരാം, നമ്മൾ അടുത്ത വെടിക്കെട്ടിന് കാണ്ടി. അപ്പൊ ബാക്കി അപ്പൊ കാണാം. വെട്ടിക്കെട്ടിന്റെ പൂരം, ആനകളുടെ പൂരം, പന്തലുകളുടെ പൂരം അല്ല, വെട്ടിക്കെട്ടിന്റെ പൂരം, കാവശ്ശേരി പൂരം. ഈ വേർപ്പ് മൊത്തം ഈ തിരക്കിന്ന് രക്ഷപ്പെട്ടതിന്റെയാണ്. ഇനിയപ്പോ വരാ വൈകിട്ട് വെടിക്കെട്ട് കാണാത്ത വല്ല എനർജി കേട്ടിട്ട് റീചാർജ് ചെയ്യട്ടെ ഫോണും മനുഷ്യനൊക്കെ.